കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 55. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. ഇത് വളരെ ഫേമസ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഹരിനാമകീർത്തനം മുഴുവൻ കേട്ടിട്ടില്ലെങ്കിലും ഈ ഒരു ശ്ലോകം കേൾക്കാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് പോപ്പുലറാണ്, അല്ലെങ്കിൽ അത്ര എല്ലാവർക്കും അറിയണ ഒരു ശ്ലോകമാണ്. അതിൻ്റെ അർത്ഥം ഒന്നും പറയാൻ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതായത് യാതൊന്ന് കാണുന്നത്, ഈ ജഗത്തിൽ കാണുന്നതൊക്കെ നാരായണ പ്രതിമയാണ്. അതായത് ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെ എല്ലാം നാരായണനാണ്. യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ മുഴുവൻ നാരായണൻ്റെ ശ്രുതികളാണ്. പിന്നെയോ യാതൊന്നു ചെയ്വതത്, ചെയ്യുന്നതൊക്കെ നാരായണനുള്ള അർച്ചനയാണ്. യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. എല്ലാം ഇവിടെ സർവം വിഷ്ണുമയം. അതാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥമൊന്നും നമുക്കധികം പറയാനില്ല അല്ലേ. ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നാരായണനാണ് എന്ന് പറഞ്ഞ അവസാനത്തെ വരി അല്ലേ. അതായത് എന്തൊക്കെ നമ്മളിവിടെ കാണുക വെച്ചാൽ അത് മുഴുവൻ നാരായണൻ്റെ സ്റ്റാച്ചു ആണ്, അല്ലെങ്കിൽ നാരായണൻ്റെ രൂപമാണ്, അല്ലെങ്കിൽ ഒരു ഇമേജാണ്, അങ്ങനെ പറയാം. എന്താണ് കേൾക്കണം, അത് മുഴുവൻ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഭഗവത് കീർത്തനങ്ങളാണ്. നമ്മൾ ചെയ്യണത് എന്തൊക്കെ ഞാൻ ചെയ്യണോ അത് മുഴുവൻ ഭഗവാനുള്ള പൂജയാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ അല്ലേ. വാക്കിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. അപ്പം ഇത് എന്താ വെച്ചാൽ ശരിക്കും ഇത് വളരെ നമ്മൾ ഭാഗവതത്തിൽ ഈ ഒരു ഭാഗം വളരെ നന്നായിട്ട് ഭാഗവതത്തിൽ വന്നിട്ടുണ്ട്. ഏത് സ്കന്ധത്തിലായാലും ഓർമ്മയിലായിരിക്കും. എന്തായാലും നാരദ മഹർഷി പറയുന്നുണ്ടല്ലോ 3 തരം അദ്വൈതം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ശരിക്കും ഈ ഒരു ശ്ലോകത്തിൽ എങ്ങനെയാണ് ബ്രഹ്മാഭ്യാസം തന്നെയാണ്. ഇങ്ങനെയാണ് എല്ലാം ബ്രഹ്മമയം എന്ന് അവസാനം നമുക്ക് തോന്നാനായിട്ടുള്ള അഭ്യാസമാണത്. ഹൗ യു ക്യാൻ പ്രാക്ടീസ് ബ്രഹ്മാഭ്യാസം. അതായത് ബ്രഹ്മജ്ഞാനത്തിലെത്താൻ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സർവം ബ്രഹ്മമയം തന്നെയാണ് ഇതിൽ പറയണത്. അതായത് 3 തരം അദ്വൈതമുണ്ട്. ഒന്ന് ഭാവാദ്വൈതം, നാരദ മഹർഷിയാണ് പറയണത്. അത് ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം. അത് എന്താ ഭാവാദ്വൈതം വെച്ചാൽ നമ്മൾ ശരിക്കും തത്വവിചാരം ചെയ്ത് നമുക്ക് ഈ ലോകത്തിൽ ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ല, വസ്തു ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ആ അഖണ്ഡ ബോധസ്വരൂപം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ബോധിക്കുന്നതാണ് ഭാവാദ്വൈതം. നമ്മൾ തന്നെ തത്വവിചാരം ചെയ്തിട്ട്. അപ്പോൾ അതിലൊക്കെ കുറേ ഉദാഹരണങ്ങളൊക്കെ പറയുമല്ലോ. 3 ഉദാഹരണങ്ങളെങ്കിലും നമ്മൾ ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് സ്വർണ്ണ ആഭരണങ്ങളും. ആ ആഭരണങ്ങളൊക്കെ വേറെ നാമരൂപത്തിലുണ്ടെങ്കിലും എല്ലാം സ്വർണം തന്നെയാണ്. അതുപോലെ സ്വർണ്ണമാണ് കാരണം. ഈ സ്വർണ്ണാഭരണങ്ങൾ കാര്യം ആണ് അല്ലേ. അപ്പോൾ കാര്യത്തിൽ കാരണം തന്നെയല്ലേ ഉള്ളൂ. കാരണം ഇല്ലാതെ കാര്യമില്ലല്ലോ. അതൊന്ന് നമ്മൾ ഒരു ഉദാഹരണം. പിന്നെ മൺപാത്രങ്ങളും അല്ലെങ്കിൽ മൺവിളക്കോ അങ്ങനെയെല്ലാം മണ്ണുകൊണ്ടുള്ള ഈ സാധനങ്ങളൊക്കെ കണ്ടാൽ നാമരൂപമൊക്കെ വ്യത്യാസമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം മണ്ണ് തന്നെയാണ്. പിന്നെ നമ്മൾ ഒന്നും കൂടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് വെള്ളവും കുമിളയും കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടാവും, അത് പൊട്ടിപ്പോവും, ആദ്യം വെള്ളമാവും അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനത്തെ ഉദാഹരണങ്ങളെടുത്ത് തത്വവിചാരം ചെയ്ത് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ള ആ അറിവിലെത്തിച്ചേരണ അതാണ് ഭാവാദ്വൈതം. ഭാവത്തിൽ തത്വവിചാരം കൊണ്ട് നമുക്ക് വസ്തു എന്ന് ബോധിക്കണേനാണ് നമ്മൾ ഭാവാദ്വൈതം എന്ന് പറയുക. പിന്നെ നമ്മൾ ചെയ്യണതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക, അതാണല്ലോ ഭാഗവത ധർമ്മം തന്നെ അല്ലേ. അതാണ് ക്രിയാദ്വൈതം. ചെയ്യണതൊക്കെ ഈശ്വരാർപ്പണമായി തീരട്ടെ. എന്ത് ചെയ്യാച്ചാലും നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാച്ചാൽ വൈശ്വാനരനുള്ള അർപ്പണമാണ്.
വേറെ എന്തെങ്കിലും ചെയ്യാച്ചാൽ അത് ഭഗവാന്റെ കാൽക്കൽ ഭഗവാൻ ചെയ്യുന്ന സേവയാണ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി എന്ത് ചെയ്യാച്ചാലും നമുക്ക് വിചാരിക്കാമല്ലോ, ആ ആളുടെ ഉള്ളിലുള്ള ഈശ്വരനെ ഞാൻ സേവിക്കുകയാണെന്ന്, അല്ലേ? അയാളെ സേവിക്കാമെന്ന് വിചാരിക്കേണ്ട, അയാളുടെ ഉള്ളിലുള്ള ആ പരമാത്മ ചൈതന്യത്തിനെ ഞാൻ സേവിക്കുന്നു. അപ്പം എന്തായി? ഈ ക്രിയാദ്വൈതമായി. എല്ലാ ക്രിയകളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. എല്ലാവരിലും ഈശ്വരനെ കണ്ടാലേ അത് പറ്റുള്ളൂ. ഈശ്വര സാന്നിധ്യം എല്ലാറ്റിലും കാണുമ്പോൾ നമുക്കത് പറ്റും. അപ്പോൾ അതങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്, അഭ്യസിക്കണം എന്ന്. അപ്പോൾ എല്ലാ കാര്യം ചെയ്യണതൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ക്രിയാദ്വൈതം, അഭ്യാസം ചെയ്യണത്. പിന്നെയോ എന്നെപ്പോലെ തന്നെയാണ് ബാക്കിയുള്ളവരും. അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ളതൊക്കെ ബാക്കിയുള്ളവർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വേദനിക്കുന്നതൊക്കെ ബാക്കിയുള്ളവർക്ക് വേദനിക്കും. അങ്ങനെ എല്ലാവരിലും എൻ്റെ ഉള്ളിലുള്ള ഈശ്വരൻ തന്നെയാണ് എല്ലാവരിലും എന്ന് കണ്ട് നമ്മളെ എല്ലാവരെയും ആ സമത്വബോധത്തോടു കൂടി ഈ വ്യാവഹാരിക ലോകത്തിൽ പെരുമാറുന്നതാണ് ദ്രവ്യാദ്വൈതം. ദ്രവ്യങ്ങളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതൊക്കെ ബാക്കിയുള്ളവർക്കും പ്രിയപ്പെട്ടതാവും, അങ്ങനെ വിചാരിക്കൂല. അപ്പം നമ്മൾ പറ്റിക്കൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ളതാണ് ദ്രവ്യാദ്വൈതം. അപ്പോൾ ഈ 3 നമ്മൾ അഭ്യസിച്ചാൽ അതുതന്നെയാണ് ബ്രഹ്മാഭ്യാസം. അതാണ് ആക്ച്വലി ഈ 3 തന്നെയാണ് ഇതിൽ ഈ 3 അദ്വൈത 3 തരം അദ്വൈതത്തെ പറ്റി തന്നെയാണ് ഈ ഒരു ശ്ലോകത്തിൽ എഴുത്തച്ഛനും പറഞ്ഞത്. അതായത് ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം. നോക്കൂ, കാണുന്നത് മുഴുവൻ നാരായണ പ്രതിമയായിട്ട് തോന്നണം, കേൾക്കണത് മുഴുവൻ ഈശ്വരൻ്റെ സങ്കീർത്തനങ്ങളായിട്ട് തോന്നണം, ഞാൻ ചെയ്യണത് മുഴുവൻ നാരായണ അർച്ചനയാവണം, എല്ലാം നാരായണൻ തന്നെയാണ് എന്ന് എനിക്ക് തോന്നണം, അല്ലേ? അതുതന്നെയാണ് ഇതിൽ ശരിക്കും പറഞ്ഞത് കേട്ടോ. അത് വളരെ വളരെ സിമ്പിളായിട്ട് നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അതായത് നമുക്ക് ഈശാവാസ്യോപനിഷത്തിലൊക്കെ എന്താ പറഞ്ഞാൽ, ഈശാവാസ്യമിതം സർവം, അല്ലേ? അതായത് സർവം വിഷ്ണുമയം. അതിനെ എന്താ വേറൊരു തരത്തിൽ പറയാച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് തിരിക്കുക. എല്ലാ കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒക്കെ ഭഗവാനിലേക്ക് തിരിക്കണതാണ്. ഭഗവാനല്ലാതെ രണ്ടാമതൊന്നും ഇവിടെ ഇല്ല എന്ന ഇവിടെ ആ വസ്തു അഖണ്ഡബോധസ്വരൂപമെന്നോ ഭഗവാനെന്നോ എന്താ വെച്ചാൽ പറയാം, അത് മാത്രമേ ഉള്ളൂ. ആ രണ്ടാമതൊരു വസ്തു ഇല്ല, അല്ലെങ്കിൽ രണ്ടാമതൊന്നും ഇവിടെ ഇല്ല എന്ന ആ അദ്വൈത ഭാവന ഉറച്ചാൽ എന്താ ഉണ്ടാവുക? നമ്മളും ഈശ്വരനിൽ നിന്ന് ഭിന്നനല്ലാതായിത്തീരും, അല്ലേ? ആലോചിച്ച് നോക്കുക. അത് ശരിക്കും തന്നെ അങ്ങനെയാണ്. ഈ കാണുന്നത് മുഴുവൻ, ഈ ജഗത്ത് മുഴുവൻ ഈശ്വരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ ജഗത്തിൻ്റെ പാർട്ടാണല്ലോ. നമ്മളും ഈശ്വരനാണ്, അല്ലേ? ഇപ്പം വിശ്വാകാരമായി നിൽക്കുന്ന ബ്രഹ്മം ആയിട്ട് നമ്മൾ കാണുക എന്ന് വിചാരിച്ചോളൂ. ബ്രഹ്മത്തിനെ വിശ്വാകാരമായിട്ട് കാണുക വെച്ചാൽ ആ വിശ്വത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ നമ്മളും. അപ്പം നമ്മളും ബ്രഹ്മം തന്നെയാണ്. അതായത് നമ്മളിങ്ങനെ ഈ അദ്വൈത ഭാവന നമ്മൾ അഭ്യസിച്ച് നമ്മുടെ ഉള്ളിൽ അദ്വൈത ഭാവന ഉറച്ചാൽ നമ്മളും ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തനല്ലാതായിത്തീരും. സൗന്ദര്യലഹരിയിൽ വളരെ ഫേമസ് ആയിട്ട് ശ്ലോകമുണ്ട്. ഇതെന്നെ പറയണത് 27ാമത്തെ ജപോ ജൽപശില്പം സകലമവിമുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണ അശനാദ്യാഹുതി വിധി പ്രണാമസംവേശ അഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. അതായത് എൻ്റെ എൻ്റെ വർത്തമാനം മുഴുവൻ ജപായിത്തീരട്ടെ എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രമേ പറയാവൂ. ഭഗവത് കീർത്തനം തന്നെ പാടുള്ളൂ, അല്ലേ? പിന്നെയോ ഞാൻ കൈകൊണ്ട് കാണിക്കണതൊക്കെ ഭഗവാനുള്ള മുദ്രയായി, പൂജയുടെ മുദ്രയാവട്ടെ എന്ന്. പിന്നെ എൻ്റെ നടത്തൊക്കെ പ്രദക്ഷിണമായി തീരട്ടെ. പിന്നെയോ ഞാൻ ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതൊക്കെ വൈശ്വാനരായിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനായിട്ട് തീരട്ടെ, ഭഗവാനുള്ള അർപ്പണാവട്ടെ. പ്രണാമസംവേശ എൻ്റെ കിടക്കലൊക്കെ സാഷ്ടാംഗ നമസ്കാരമാവട്ടെ. പിന്നെയോ ഞാൻ അങ്ങനെ ചെയ്യണതെല്ലാം ഞാൻ ആത്മാർപ്പണം തന്നെ ചെയ്യണം, അങ്ങനെ ആയിട്ട് തീരട്ടെ. ഞാൻ ചെയ്യുന്നതൊക്കെ ഭഗവതിക്കുള്ളൊരു പൂജയായി തീരട്ടെ എന്ന് എല്ലാം.
അപ്പോൾ അങ്ങനെയുള്ള നമുക്കങ്ങനെ അനവധി ദിക്കിൽ കോട്ട് ചെയ്യാൻ പറ്റും. ഇത് സൗന്ദര്യലഹരിയുടെ മറ്റത് ഇന്നലേറ്റ ഞാൻ പറഞ്ഞതുകൊണ്ട് എന്താ ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ ഭജ ശ്രീധരം പാണിദ്വന്ദ് സമർച്ചയാച്യുത കഥ ശ്രോതദ്വയം ചൃണു കൃഷ്ണം ലോകയ ലോചനദ്വയ ഹരേർഗച്ഛാംഗ്രി പത്മാലയം ജിഘ്രഘ്രാണ മുകുന്ദ പാദതുളസിം മൂർധൻ നമാധോക്ഷജം. അങ്ങനെ നമ്മൾ എല്ലാറ്റിനെയും ഭഗവത് ആരാധനയായിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും ചെയ്യിപ്പിക്കുക. അതന്നെയാണ് ഇതിലും പറയണത് കേട്ടോ. അപ്പോൾ ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ളതിൽ വലിയ അദ്വൈതാഭ്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്വൈതം അഭ്യസിച്ച് നമുക്ക് എപ്പോഴാണ് അദ്വൈത ഭാവന ഉള്ളിൽ ഉറയ്ക്കണേ, ആ സമയത്ത് നമ്മളും ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തനല്ല, ഈശ്വരൻ തന്നെയാവും, വിഷ്ണുമയം ആവുമ്പോൾ എന്താ നമ്മളും വിഷ്ണു തന്നെ. അത് മീൻസ് നമ്മൾ ശരിക്കും ആ ആത്മസാക്ഷാത്കാരം നമുക്ക് ഇങ്ങനെ അഭ്യസിച്ചാൽ നമുക്ക് കിട്ടും എന്നാണ് ഒരു വളരെ നല്ലൊരു ശ്ലോകത്തിൽ ഇത് പറഞ്ഞത്. അപ്പം നമുക്ക് 56 കൂടിയും ചെയ്യാം കേട്ടോ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. ഇനി നമുക്ക് 56. അപ്പോൾ സഗുണ പ്രാർത്ഥനയാണ്. അതായത് ഈ അദ്വൈതത്തിലെത്താൻ നമുക്ക് പലപ്പോഴും എന്തെങ്കിലും ഒരു രൂപത്തിനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ, എന്നിട്ട് പിന്നെ നമ്മൾ സഗുണരൂപത്തിനെ പ്രാർത്ഥിച്ച് ഗുണാതീതനായിട്ടുള്ള അല്ലെങ്കിൽ നിർഗുണനായിട്ടുള്ള ബ്രഹ്മത്തിൽ എത്തണം. അതിനെ പറ്റിയാണ് ഇനി അടുത്തതിൽ പറയണം കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം സഗുണോപാസന എല്ലാവരും എൻകറേജ് ചെയ്യണതാണ്? കാരണം സഗുണോപാസന എളുപ്പമാണ് നമ്മളെ ഏകാഗ്രതയ്ക്ക്, മനസ്സിന്. അങ്ങനെ ധ്യാനിച്ച് നമ്മൾ സത്വഗുണം നല്ലോണം നമ്മൾ തെളിഞ്ഞ് മനസ്സ് ശുദ്ധമാകുമ്പോൾ നമുക്ക് ഗുണാതീതനായിട്ടുള്ള ബ്രഹ്മത്തിനെ തന്നെ പ്രാപിക്കാൻ സാധിക്കുക. അതാണ് അടുത്തതിൽ പറഞ്ഞത് കേട്ടോ. രവികോടി തുല്യമൊരു ചക്രം കരത്തിലിഹ ഫണിരാജൻ എപ്പോഴും ഇരിപ്പാൻ കിടപ്പതിനും, അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവും അകമേ ഭജിപ്പതിനു നാരായണായ നമ. അതായത് ഈ പറഞ്ഞ രൂപമുണ്ടല്ലോ ഭഗവാന്റെ ഈ വിവരിക്കണ ആദ്യത്തെ 3 വരിയിൽ വിവരിക്കണ രൂപം, അതെന്തിനുള്ളതാണ്? അകമേ ഭജിപ്പതിനാണ്. ശരിക്കും അഖണ്ഡ ബോധസ്വരൂപം നിരാകാരവും നിർഗുണവും ഒക്കെയാണ്. പക്ഷേ അകമേ ഭജിപ്പതിന് നമ്മൾക്ക് പറയുകയാണ് ഈ ആദ്യത്തെ 3. എന്ത് നോക്കാം. കരത്തിലീഹ എന്ന് പറഞ്ഞാൽ കയ്യിൽ, ഭഗവാന്റെ കയ്യിലേ രവികോടി തുല്യമൊരു ചക്രം, അതായത് കോടി സൂര്യപ്രഭയോടെ പ്രകാശിക്കുന്നത് നമ്മുടെ സുദർശന ചക്രം, ഭഗവാന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഇരിപ്പാൻ കിടപ്പതിനും, ഇരിക്കാനും കിടക്കാനും ഭഗവാന് ആരാ? എപ്പോഴും ഫണിരാജൻ, സദാ സർപ്പരാജാവായിട്ടുള്ള ആദിശേഷൻ അടുത്തുണ്ട്. എപ്പോൾ വേണമെങ്കിൽ കിടക്കാം, എപ്പോൾ വേണമെങ്കിൽ ഇരിക്കാം. നമ്മൾ ചില ഫോട്ടോയിലൊക്കെ ഇരിക്കണതും മഹാലക്ഷ്മി കാലൊഴിയണതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ചിലതിൽ കിടക്കുകയാണ്, എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ ഭഗവാന്. അതിനുള്ള മെത്തയാണ് ആദിശേഷൻ. പിന്നെ അണിയുന്നതൊക്കെ, ദേഹത്തിൽ അണിഞ്ഞിരിക്കുന്നതൊക്കെ എന്താ? വനമാല, കൗസ്തുഭം, നമ്മൾ ഭഗവാന്റെ ശ്രീവത്സ പീതാംബര നീലാംബര അല്ലേ, അതൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്താണ്, സശങ്കചക്രഗദാ പത്മാസി ധനുർബാണ ഹലമുസലാദീൻ തഥാ കൗസ്തുഭ വനമാല ശ്രീവത്സ പീതാംബര നീലാംബര വംശീവേത്രാൻ തഥാ. ഈ ഗർഗഭാഗവത്തിലുണ്ട്, ഞാനത് ദിവസേന ചെല്ലും. എന്താ പറയുക, ആ ഒരു മാനസപൂജ ഉണ്ട് ഗർഗ ഭാഗവത്തിൽ. അതിൽ നല്ല പിന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഞാനതെന്നും ചെല്ലാറുണ്ട്. അത് ഞാനിപ്പോൾ വേണമെങ്കിൽ അത് വളരെ എനിക്ക് വലിയ ഇഷ്ടമാണത്. എന്തൊരു രസമറിയോ അതിൽ. പിന്നെ ഭഗവാന്റെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ വളരെ വിസ്തരിച്ചുള്ള മഹാവിഷ്ണുവിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൽ പറഞ്ഞിട്ടുണ്ടേ. അത് ഞാൻ ചെല്ലാട്ടോ. അപ്പോൾ നോക്കട്ടെ, ആലോചിച്ച് നോക്കട്ടെ എന്താണ് തുടങ്ങണത്. സശങ്കചക്രഗദാ പത്മാസി ധനുർബാണ ഹലമുസലാദീൻ തഥാ കൗസ്തുഭ വനമാല ശ്രീവത്സ പീതാംബര നീലാംബര വംശീവേത്രാൻ തഥാ താലാംഗ ഗരുഡാംഗരഥ
ദാരുകസുമതി സാരഥീകരുടെ കുമുദനന്ദ സുനന്ദ ചണ്ഡ മഹാബല കുമുദാക്ഷാദീൻ പ്രണവപൂർവേണ ചതുർത്ഥ്യന്ത്യേ നമ. വൈകുണ്ഠത്തിലത്തെ അതാണ്. സംയുക്തേന നാംന തഥാ വിക്ഷ്വക്സേന ശിവവിധി ദുർഗാ വിനായക ദിക്പാല വരുണ നവഗ്രഹ മാതൃകാദീൻ മന്ത്രൈ പൂജയേൽ എന്ന് പറഞ്ഞിട്ട്, അതായത് വൈകുണ്ഠത്തിൽ നമ്മൾ ആ ഫോട്ടോയിലൊക്കെ കാണില്ലേ, അപ്പോൾ അതിലത്തെ എല്ലാവരെയൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ അതുപോലെയാണ് അപ്പോൾ ഇതിൽ പിന്നെ പറയണത്. എന്താ വെച്ചാൽ വനമാലയും കൗസ്തുഭവും ഇങ്ങനെയുള്ളൊരു രൂപം എന്തിനാന്നും പറയണ്ട അവസാനത്തെ വരിയിൽ. എന്താ അണിയുന്നതൊക്കെ അതാണ്. എന്നിട്ട് ഈ രൂപം എന്തിനാ? അകമേ ഭജിപ്പതിന്, അത്രയേ ഉള്ളൂ. നമ്മുടെ ധ്യാനത്തിനെ സഹായിക്കാനാണ്, ധ്യാനിച്ച് ഭജിക്കാൻ സഹായിക്കുന്നതിന്. അതിന് എന്നെ അനുഗ്രഹിച്ച് എനിക്ക് സഗുണം അതീതനായിട്ടുള്ള നിർഗുണ ബ്രഹ്മത്തിനെ പ്രാപിക്കാൻ സാധിക്കണേ. ഹരിനാരായണായ നമാണ്. അതായത് വാസ്തവത്തിൽ ഈ അഖണ്ഡബോധം എന്ന് പറയണത് നിർഗുണമാണല്ലോ, അല്ലേ? നിരാകാരാണ്. അത് ധ്യാനത്തിന് വിഷയം തന്നെയല്ല, നമുക്കതായി തീരാനേ പറ്റുള്ളൂ. അത് ധ്യാനത്തിന് വിഷയമല്ല. അപ്പോൾ പക്ഷേ ഏകാഗ്രത നേടി ഈ അഖണ്ഡബോധം തെളിയാൻ സഗുണോപാസന സഹായിക്കും. അതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ പറഞ്ഞ രൂപം നമ്മുടെ ധ്യാനത്തിന് ഏകാഗ്രയാക്കാൻ സങ്കല്പിക്കുന്നതാണ്. ഏകാഗ്രത പൂർണ്ണമായാൽ ആത്മസത്യം തന്നെ പ്രകാശിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സ് പരിശുദ്ധമായിട്ട്, അതായത് നമ്മളെ മനസ്സിങ്ങനെ നമ്മൾ ധ്യാനിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പരിശുദ്ധമായിട്ട് നമ്മുടെ മനസ്സ് സത്വഗുണം കൊണ്ട് പൂർണ്ണമാവുന്നത് വരെ നമ്മൾ ഈ സഗുണധ്യാനം അല്ലെങ്കിൽ സാകാരധ്യാനം തുടരണം എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ശുദ്ധം, അതായത് സത്വഗുണം മാത്രം പൂർണ്ണ സത്വഗുണമായി തീർന്നാൽ അതിൽ തന്നെ പ്രകാശിക്കും. ഏത്? ആ പരമാത്മ ചൈതന്യം. അതുവരെ നമുക്ക് ഈ സാകാര ധ്യാനം തുടരണം എന്നാണ് പിന്നെ പറയണത്. അപ്പം അതിനാണ് ഈ ഒരു 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 പിന്നെ പല പല രൂപങ്ങൾ. ഇപ്പോൾ ശിവനാണെങ്കിലും ഭഗവതിയാണെങ്കിലും ആരെ വേണമെങ്കിലും ധ്യാനിക്കാം. പക്ഷേ അത് നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്ന് മനസ്സിലായിട്ട് ഈ അവസാനം ആ അഖണ്ഡബോധ സ്വരൂപം തന്നെ ഞാനായിത്തീരുകയാണ് ചെയ്യുക. അതായത് നമ്മൾ ആ തുര്യാവസ്ഥയിലൊക്കെ അങ്ങോട്ട് നീങ്ങിയ നമ്മൾ എപ്പോഴാണ് നമ്മുടെ പിന്നെ ഈ സാധനകളെ കൊണ്ട് നമ്മുടെ ഹൃദയം പരിശുദ്ധമാവുന്ന ആ സമയത്ത് ഭഗവത് കൃപയ്ക്ക് സമയമാവുമ്പോൾ തന്നെ പ്രകാശിക്കും സത്യം, ആത്മസത്യം തന്നെ പ്രകാശിക്കും. അതാണ് ഏകാഗ്രത പൂർണ്ണമായാൽ ആത്മസത്യം തന്നെ പ്രകാശിക്കും. അതുവരെ നമ്മുടെ ധ്യാനത്തിനെ ഏകാഗ്രമാക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഏത് രൂപങ്ങൾ വേണമെങ്കിൽ സങ്കല്പിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൽ പറയണത് അകമേ ഭജിപ്പതിന്. അങ്ങനെ ഭജിച്ച് ഈശ്വര എനിക്ക് അതിന് മതീതായിട്ടുള്ള നിർഗുണ ബ്രഹ്മത്തിനെ ആയിട്ട് ആത്മസാക്ഷാത്കാരം, ആ പരമാത്മ ചൈതന്യമായിട്ട് സാക്ഷാത്കാരം എനിക്ക് സാധിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ. നാരായണായ നമഃ എന്നാണ് കേട്ടോ ഇതിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇതും വളരെ സിമ്പിളാണ്, അധികം പറയാനില്ല. കാരണം അത് എങ്ങനെയാണ് സഗുണധ്യാനത്തിൽ നിന്ന് നിർഗുണധ്യാനത്തിലേക്ക് പോകേണ്ടതെന്ന് ചെറുതായിട്ട് പറഞ്ഞതാണതിൽ. അപ്പോൾ ഞാൻ 56 വായിച്ച് ഇന്നത്തെ നിർത്താം. എന്താണ്? രവികോടി തുല്യമൊരു ചക്രം കരത്തിലിഹ ഫണിരാജനെപ്പോഴും ഇരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാദി കൗസ്തുഭവും അകമേ ഭജിപ്പതിനു നാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.